ഹേ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുളക് ചെടിയിലെല്ലാം അത്യാവശ്യം നിറയെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ഒന്നാണെങ്കിലും രണ്ടാണെങ്കിലും നമ്മൾ ഉണ്ടാക്കിയ സാധനത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഈ രണ്ട് മുളകും നല്ല ടേസ്റ്റാട്ടോ. എന്താ പറയുക, കാണാനും നല്ല സുന്ദരിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ നടന്ന കുറച്ച് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് തുണി വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഞാൻ വാഷ് ചെയ്യാനായിട്ട് ഇട്ടു. അപ്പോഴാണ് നമ്മുടെ ഓറിയോ ബേബിക്ക് പുറത്ത് പോകണം എന്ന് പറഞ്ഞിട്ട് അവൻ കരഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അവനും അവൻ്റെ കുറച്ച് കൂട്ടുകാരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറക്കി. കാരണം ഇവനെങ്ങനെ നമ്മൾ പുറത്തേക്ക് വിടാറില്ല. നമ്മൾ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്ത് വിടാറുള്ളൂ. ഇവൻ ഓടിക്കളയും. നമ്മൾ ആരും ഇല്ല ചുമ്മാ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത രീതിയിൽ അങ്ങ് ഓടി മറഞ്ഞു പോകും കേട്ടോ. കുഞ്ഞു കുട്ടിയാണ്, അവനിപ്പോൾ 4 months ഒക്കെ ആയിട്ടുള്ളൂ. അവൻ്റെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. ഈ 3 പേരാണ്. ഇവരൊരു ഗ്യാങ് ആട്ടോ. 4 പേര് കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ഇരിക്കുന്നത് കണ്ടോ. ആ തലയിൽ കറുപ്പുള്ളതാണ് നമ്മുടെ ഷാരു, അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് കിറ്റി, ആ കിടക്കുന്നതാണ് കേട്ടോ സിംബ. അപ്പോൾ ഇവന്മാരെല്ലാവരും ഇവനെ പറ്റി നിൽക്കുന്നതാണ്. അതായത് ഇങ്ങനെ ഇവൻ എവിടെ എന്ത് ചെയ്യുന്നു, ഇവൻ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ വിചാരിച്ചത് ഇവനെ കൊണ്ട് കളിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇവർ തമ്മിൽ ഭയങ്കര ബോണ്ടാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കുകയോ ഒന്നുമില്ല. ഇച്ചിരി നമ്മുടെ 3 പിള്ളേരും കുറച്ച് വലുതായിട്ടാണ് നമ്മുടെ ഓറിയോ നമ്മുടെ ഫാമിലിയിലോട്ട് വരുന്നത്. എങ്കിൽ പോലും ഇവിടെയുള്ള ബാക്കിയുള്ള എല്ലാ കിറ്റൻസ് ആണെങ്കിലും ക്യാറ്റ്സ് ആണെങ്കിലും ഇവനെ ആക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഇവനാണെങ്കിലും ഭയങ്കര പാവമാണ്. ആരോടും അടി ഉണ്ടാക്കാനായിട്ട് പോവില്ല, ഒന്നിനും പോകത്തില്ല. അല്ലൊരു പാവമാണ്. അങ്ങനെ അവൻ്റെ കൂടെ കുറച്ച് നേരം നിന്നപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടോ, ഒരു കാര്യം ഞാൻ ശ്രദ്ധിക്കണത്. നമ്മുടെ വീട്ടിൽ മുസമ്പി ഈ ടൈമും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അത്രയും ഉണ്ടായിട്ടില്ല, എങ്കിലും ഈ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ ഓർഗാനിക്കായിട്ട് അത് കഴിക്കാൻ മാത്രമല്ല, അതിൻ്റെ പീല് നമുക്ക് ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ഇടാമല്ലോ. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി നമ്മളതിനെ പൊടിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് ചെറിയൊരു സ്ക്രബ്ബറൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷാരുവിനെ കാണാനില്ല. നോക്കിയപ്പോൾ ഒരു കൊമ്പത്ത് കയറിയിരിക്കുന്നു. ഇവളൊരു സൈക്കോ ഗേളാണ് കേട്ടോ. നമ്മുടെ കൈയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ടോ, അത് എവിടെ ഇരിക്കണം എന്നുള്ള സ്ഥലമൊന്നും അവൾക്ക് ഓർമ്മയുണ്ടാവില്ല. അവൾ ഓടി പഠിച്ച് വരും. അങ്ങനെ അവളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ വേറൊരു വലിയൊരാളുണ്ട്, മിച്ചു. അവൾ പ്രഗ്നൻ്റ് ആണ്. സോ അവൾ ഈ പറയുന്ന മാതിരി കുഞ്ഞുങ്ങളെ ഒന്നും ദ്രോഹിക്കും, ഇവളുടെ കുട്ടികളല്ല. പക്ഷേ അവൾ കുട്ടികളെ ദ്രോഹിക്കുകയൊന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും റൂമിലേക്ക് ആക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കുളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഹെയർ ഓയിൽ, സൂര്യാസ് നാച്ചുറൽസിൻ്റെ ഹെയർ ഓയിൽ വെച്ചിട്ടാണ് ഞാൻ കുളിക്കാനായിട്ട് പോകുന്നത്. ഈ ഹെയർ ഓയിലിൽ ലിപ് ബാം അങ്ങനെയുള്ള സംഭവങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. ഇത് നമ്മൾ തന്നെ മേക്ക് ചെയ്യുന്നതാണ്, കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ നമ്മൾ എണ്ണ എടുത്തു നമ്മൾ തലയിൽ വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്യേണ്ടത്. ഓരോ വകച്ചൽ എടുത്തിട്ട് വേണം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനൊരു ഡീപ്പ് ഓയിലിങ്ങാണ് ഉദ്ദേശിക്കുന്നത്. ആഴ്ചയിൽ ഒരു 2-3 തവണ നമ്മൾ തലയിൽ എണ്ണ വെക്കുന്നത് നമ്മുടെ ബോഡി ഹീറ്റ് കുറയാനും അതേപോലെ നമ്മുടെ ഹെയർ ഫാൾ കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് എക്സ്റ്റേണലി മാത്രം ചെയ്താൽ പോരാ, ഇൻറ്റേർണലിയും ചെയ്യണം. കാരണം അകത്ത് നമ്മൾ നല്ല ഫുഡ് കഴിക്കണം കേട്ടോ. നമ്മുടെ ഹെയറിനും സ്കിന്നിനൊക്കെ ആയിട്ട് ആവശ്യമുള്ള ഫുഡും കൂടെ കഴിക്കുമ്പോഴാണ് ഇതിന് റിസൾട്ട് ഉണ്ടാവുക. അങ്ങനെ ഞാനിവിടെ ഒരു താളി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. റോസ്മേരിയും കരിഞ്ചീരകവും ഉലുവയും എല്ലാം കൂടെ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അത് അരച്ച് തലയിൽ തേച്ചു. അപ്പോഴാണ് കുക്കു പറഞ്ഞത് നമുക്കൊന്ന് പാലക്കാട് പോയാലോ ചേച്ചി എന്നുള്ളത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് റെഡിയായി. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അവനും ഉണ്ടായിരുന്നു, അവന് മൊബൈൽ ശരിയാക്കാനൊക്കെ ഉണ്ടായിരുന്നു. അവൻ്റെ മൊബൈലെല്ലാം ശരിയാക്കി നമ്മൾ നേരെ KFCയിൽ പോയി. കാരണം പാലക്കാട് വന്നിട്ട് നമ്മൾ ഇതുവരെ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ പോയി നമ്മൾ കുറച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഓർഡർ ചെയ്തു. പെപ്സി അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊരു കോംബോ ആയിരുന്നു. എനിക്ക് റേറ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ നമ്മളതെല്ലാം ഇരുന്ന് കഴിച്ചു. എനിക്ക് നല്ല ഇഷ്ടമായി. നമ്മളങ്ങനെ അതിൻ്റെ സോസ് ഡിപ്പ് അടിപൊളിയാണ് കേട്ടോ. കഴിച്ചു. എന്നിട്ട് ഇതൊരു ഷോ ഓഫാണ്, ഇത് കുക്ക് കഴിച്ചതാണ്. അപ്പം ഞാൻ ചുമ്മാ എനിക്ക് കാണാനായിട്ട് വെച്ചെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഏകദേശം കുറച്ച് ലേറ്റായി. നേരെ വീട്ടിലേക്ക് നമ്മൾ 2 പേരും കൂടെ വന്നപ്പോൾ റൂമിൽ വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അംഗം. പിള്ളേരെല്ലാവരും എന്നെ വെയിറ്റ് ചെയ്തിരിക്കും. കിറ്റി, ഓറിയോ, സിംബ, ഷാരു എല്ലാവർക്കും നമ്മൾ ട്രീറ്റ് കൊടുത്തു. കാരണം എന്നെ കാണുമ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോയി വരുമ്പോൾ ഇവരെന്നെ വെയിറ്റ് ചെയ്യും. അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. അങ്ങനെ നമ്മുടെ മിച്ചും ബേബി ഒരു അമ്മയായിരിക്കുന്നു. 4 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. 4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവളുടെ ഫസ്റ്റ് ഡെലിവറിയിൽ ഒരു ബേബി ഉണ്ടായിരുന്നുള്ളൂ, അത് മരിച്ചുപോയി. അതിൻ്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അത് കുറച്ച് ഭയങ്കര ഇമോഷണലി നമുക്ക് കുറച്ചൊരു ടഫ് സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് അത് ഞാൻ എഡിറ്റ് ചെയ്ത് അങ്ങ് വെച്ചേക്കുകയാണ്.
4 കുട്ടികളല്ല കേട്ടോ, 5 കുട്ടികളുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് വന്നപ്പോൾ വീണ്ടും ഒരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ ബാക്കിയുള്ള പിള്ളേരെ ഒന്നും ബുദ്ധിമുട്ടാക്കില്ല കേട്ടോ. അവരെല്ലാം ബാക്ക് ടു നോർമൽ എന്ന് പറഞ്ഞ പോലെ അവരെല്ലാം അവരുടേതായ കുറേ ആ വേൾഡിലാണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര പ്ലേ ടൈം ആയിരിക്കും, കളിച്ചുകൊണ്ടേയിരിക്കും. കാരണം നമ്മൾക്ക് ഉറക്കമൊക്കെ വരും, പക്ഷേ ഇവർ സമ്മതിക്കില്ല. പിന്നെ ഒരുവിധം ഇവരെ കുറച്ച് നേരം ഇവർക്ക് വേണ്ടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇവരെ പിടിച്ച് റൂമിലേക്ക് കൊണ്ടുവരും. ഓറിയോ ആണ് ഇതിൽ. ഓറിയോയ്ക്ക് ഇച്ചിരി മടിയാണ് റൂമിലേക്കൊക്കെ വന്ന് കിടന്നുറങ്ങാൻ. ഇവൻ കളിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് കൊണ്ടുവന്നു, പക്ഷെ അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ജസ്റ്റ് അവനെ തൊടാനായിട്ട് പോകുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് എസ്കേപ്പായി പോകുന്നുണ്ട്. കണ്ടു, അവന് ഇഷ്ടമല്ല ഇങ്ങനെ തൊടുന്നതൊന്നും. പക്ഷേ അവൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.